മാസത്തിൽ കൂടുതലായി മാലിന്യം നീക്കം ചെയ്തിട്ട്. ഇതിൽ എന്തെല്ലാം വേസ്റ്റുകളുണ്ട്. അപ്പോൾ ഇത് പഴക്കമുള്ള ഈ പ്ലാസ്റ്റിക്കുകൾ അവർ വീടുകളിൽ നിന്ന് ശേഖരിച്ച് കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ടാണ് അവരുടെ ഓരോരുത്തരുടെയും വീടുകളിൽ കഴിയുന്നത്. റെസിപ്റ്റ് കൊടുത്തിട്ടാണ് പ്ലാസ്റ്റിക് ശേഖരിക്കുന്നത്. ഫീസും കൊണ്ട് ആ ഫീസ് വാങ്ങിക്കാനാണ് റെസിപ്റ്റ് കൊടുക്കുന്നത്. ഈ പ്രാവശ്യം റെസിപ്റ്റ് പോലും തന്നില്ല. 6 മാസത്തിൽ കൂടുതലായി മാലിന്യം നീക്കം ചെയ്തിട്ട്. 6 മാസത്തോളമായി. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിത് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞ് കളക്ടർ അടുത്തും ജോയിന്റ് ഡയറക്ടർ അടുത്തും എല്ലാം നമ്മൾ പോയതാണ്. എന്നിട്ട് ഇവിടെ ഈ അനാസ്ഥ കാണിക്കുന്നത് കൊണ്ട് നാട്ടിലെ അസുഖങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം പ്ലാസ്റ്റിക് എടുത്ത് മാറ്റുന്നില്ല. പല വാർഡുകളും അവർക്ക് ഇഷ്ടപ്പെട്ട വാർഡുകൾ മാത്രമായിട്ട് കുറച്ച് റെസീറ്റ് ചുറ്റി കൊടുത്ത് ആളിനെ ഇറക്കി ഇത് പിരിക്കുന്നതിന് വേണ്ടി ഒരു സംവിധാനം ചെയ്തതിലാണ് ഞങ്ങൾ പ്രതിഷേധം കാണിക്കുന്നത്. കാര്യം ബാക്കിയുള്ള വാർഡുകളിലും ജനങ്ങളുണ്ടല്ലോ, CPIയുടെ അതായത് ഭരണപക്ഷത്തുള്ള CPIയുടെ 3 വാർഡിൽ പോലും ഒരു റെസീറ്റ് ചുറ്റി കൊടുത്തിട്ടില്ല. അവരും ഇറങ്ങാൻ പറ്റുന്നില്ല. ഇപ്പം വാർഡുകളെല്ലാം പ്ലാസ്റ്റിക് കുന്നുകൂടിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ഇത് എടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ കളക്ടറെ പോയി കണ്ടിരുന്നു, ജോയിന്റ് ഡയറക്ടറെ കണ്ടിരുന്നു, കളക്ടർ ചേംബറിൽ മീറ്റിംഗ് കൂടിയിരുന്നു. ഇതെല്ലാം ചെയ്തിട്ടും ഈ JDയുടെ ഒരു ഉത്തരവിടെ വന്ന് ഒരു കത്തിവിടെ വന്നിരുന്നു. എല്ലാ ഹരിതകർമ്മസേനക്കാരെയും കൊണ്ട് ഇത് എടുപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ടും അത് എടുപ്പിക്കാതെ ധിക്കാരപരമായ ഈ സമീപനം നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. വാർഡിലെ എല്ലാ ജനങ്ങളും ഒരുപോലാണ്. 23 വാർഡിലെയും മാലിന്യങ്ങൾ ശേഖരിച്ചോ ചേട്ടാ? 23 വാർഡിലെയും മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടുവരും അല്ലെ? എന്താണ് ഇനി പരിപാടികൾ? 10-12 വാർഡുകളിലെ മാത്രമാണ് ഈ ശേഖരിച്ചിരിക്കുന്നത്. ഇവിടെ വരും ദിവസങ്ങളിൽ ഇനിയും ബാക്കിയുള്ള മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടു തള്ളോ? കൊണ്ടുവരും. എല്ലാ വാർഡിലും ഇനി എല്ലാ മാസം തോറും ഇത് കളക്ട് ചെയ്ത് പഞ്ചായത്ത് തീരുമാനമാകുന്നിടം വരെ ഈ പഞ്ചായത്തിൽ ഈ മാലിന്യമല്ല ഈ പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ച് പെടുത്തിച്ചുകൊണ്ടേയിരിക്കും. അതായത് ഈ മാലിന്യം ശേഖരിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളെ CPM പാർട്ടിയിലെ അംഗങ്ങളെ വെച്ചത് കൊണ്ടാണ് നിങ്ങൾ പ്രതിഷേധിച്ചത്. അവരെ നിയമനം നടത്തിക്കൊണ്ടാണ് ഞങ്ങൾ കമ്മിറ്റി പോലും അറിയാതെ നേരത്തെ ഒരു 3 പേരെ, അതായത് നിലവിൽ നമുക്ക് 46 ഹരിതകർമ്മ സേനാംഗങ്ങളുണ്ട്. അതിൽ ഒരാൾ മരണപ്പെട്ടു പോയിരുന്നു. ബാക്കി 45 പേരുടെ പ്രവർത്തനം സുഗമമായി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പഞ്ചായത്ത് കമ്മിറ്റിയോ പഞ്ചായത്ത് മെമ്പർമാരോ ആരും ഭരണസമിതി പോലും അറിയാതെ, കൺസോഷ്യം പോലും അറിയാതെ ഒരു 3 പേരെ CPMന്റെ വാർഡുകൾ, അതായത് പ്രസിഡന്റിന്റെയും പിന്നെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെയും വാർഡിൽ എടുത്തിരുന്നു. ഞങ്ങളാരും അറിഞ്ഞില്ല. ഞങ്ങളതിനെ ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഈ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ശമ്പളം കൊടുക്കാതെ ഏകദേശം 2 മാസത്തോളം അവരുടെ ശമ്പളം കൊടുക്കാതിരുന്നു. ഈ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ വലിയ ഇതായിട്ട് സാമ്പത്തിക ഉള്ളവരല്ല. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം ഈ പ്ലാസ്റ്റിക്കുകൾ, ഇതിൽ എന്തെല്ലാം വേസ്റ്റുകളുണ്ട്. അപ്പോൾ ഇത് പഴക്കമുള്ള ഈ പ്ലാസ്റ്റിക്കുകൾ അവർ വീടുകളിൽ നിന്ന് ശേഖരിച്ച് കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ടാണ് അവരുടെ ഓരോരുത്തരുടെയും വീടുകളിൽ കഴിയുന്നത്. വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട്, ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ട്, വിധവകളുണ്ട്. അങ്ങനെയുള്ളവർ ഈ ശമ്പളം കിട്ടാത്ത ഒരവസ്ഥയിൽ അവരുടെ കഷ്ടപ്പാടുകൾ കണ്ട് ഞങ്ങൾ അവരെ വാർഡുകളിലേക്ക് ഇറക്കി. അതായത് ഇറങ്ങാൻ പറഞ്ഞ കുറച്ച് വാർഡുകളിൽ, അതായത് അവസാനം 5 മാസമായി ഇപ്പം മാലിന്യം ശേഖരിച്ചിട്ട് മഴക്കാലമാകുമ്പോൾ നമുക്കറിയാം ഈ ഒട്ടനവധി അസുഖങ്ങൾ വരുന്നതാണ്, വെള്ളക്കെട്ട് വരുന്നതാണ്, അവിടെയെല്ലാം ഈ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നതാണ്. ഇതുകൊണ്ട് വലിയ ദുരിതങ്ങൾ ഉണ്ടാകുന്നത്. ഈ സംഭവങ്ങൾ നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ അറിയിച്ചിരുന്നു? ഞങ്ങൾ അറിയിച്ചിരുന്നു. അപ്പോൾ അതിന്റെ ഫലമായിട്ട് ഞങ്ങളൊരു പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങൾ പറഞ്ഞു ഹരിതകർമ്മ സേനാംഗങ്ങളെ ഇറക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇവർ മാറ്റി വെച്ചതിനെ തുടർന്ന് സെക്രട്ടറി പറഞ്ഞു മെമ്പർമാരുടെ റിസ്കിൽ ഇറക്കുന്നെങ്കിൽ ഇറക്കിക്കോ എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾ പ്ലാസ്റ്റിക് സൂക്ഷിക്കണം, നിങ്ങളുടെ റിസ്കിൽ ഇറക്കിക്കോളാൻ പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങളുടെ വരും ദിവസങ്ങളിലും നിങ്ങൾ ഈ മറ്റ് 23 വാർഡുകളുള്ള വലിയൊരു പഞ്ചായത്താണ് തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്ത്. ഇനി മറ്റു മാലിന്യങ്ങളും നിങ്ങൾ ഇതുപോലെ ശേഖരിച്ച് ഇവിടെ കൊണ്ടുവരികയാണോ? അല്ലെങ്കിൽ മാലിന്യങ്ങൾ മാത്രമേ ഉള്ളൂ, അതായത് പ്ലാസ്റ്റിക് അജൈവ മാലിന്യങ്ങൾ നമ്മളെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഓർഡർ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയി ജില്ലാ കളക്ടറെ കണ്ടപ്പോൾ ജില്ലാ കളക്ടർ ഞങ്ങളോട് പറഞ്ഞിരുന്നത് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളെ ഒരു വാർഡിലെ ജനപ്രതിനിധി നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ലേ നിങ്ങളുടെ വാർഡിലെ പ്ലാസ്റ്റിക് ശേഖരിക്കണമെന്ന്? അങ്ങനെയാണ് ഞങ്ങൾ ഈ പ്ലാസ്റ്റിക് എല്ലാം ശേഖരിച്ചു. പക്ഷേ പ്ലാസ്റ്റിക് ശേഖരിച്ച് ഞങ്ങളെ വീടുകൾ മെമ്പർമാരുടെ വീടുകളിലാണ് സൂക്ഷിച്ചിരുന്നത്. ഞങ്ങൾ എവിടെ കൊണ്ടുപോകണം പ്ലാസ്റ്റിക്? അങ്ങനെയാണെങ്കിൽ നമുക്ക് പഞ്ചായത്ത് റെസിപ്റ്റ് പോലും തരുന്നില്ല. സാധാരണ ഹരിതകർമ്മ സേനക്കാർ വാർഡിലിറക്കുമ്പം പഞ്ചായത്തിലെ റെസിപ്റ്റ് കൊടുത്തിട്ടാണ് പ്ലാസ്റ്റിക് ശേഖരിക്കുന്നത്. ഫീസും കൊണ്ട് ആ ഫീസ് വാങ്ങിക്കാനാണ് റെസിപ്റ്റ് കൊടുക്കുന്നത്. ഈ പ്രാവശ്യം റെസിപ്റ്റ് പോലും തന്നില്ല. ഈ ജൈവ മാലിന്യ സംസ്കരണം എങ്ങനെയാണ് നടക്കുന്നത് ഇപ്പോൾ? ജീവമലിനം നമുക്ക് പഞ്ചായത്തിൽ ഈ ബയോബിൻ പോലെ സാധനങ്ങളുണ്ട്. അത് നമുക്ക് വാർഡിൽ ഗ്രാമസഭ വഴി അത് കൊടുക്കും. അത് നമുക്ക് വീടുകളിൽ തന്നെ ജൈവമാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള നടപടികളുണ്ട്. ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഈ ഹരിതകർമ്മ സേന ഇപ്പോൾ ഈ ബാക്കിയുള്ള ഇവിടെ അപ്പോയിൻമെന്റ് ആയിട്ടുള്ള ഈ ഇവിടെ നിയമിച്ചിട്ടുള്ള ഈ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഇതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്തിലെ ഭരണം ഇപ്പോൾ ഇല്ല. പഞ്ചായത്തിൻ്റെ ഭരണം ചില വ്യക്തികൾ ഹൈജാക്ക് ചെയ്തിരിക്കുക. പഞ്ചായത്തിന് പുറത്തുള്ളവർ ഭരണസമിതി എന്ന് പറയുന്നൊരു സംവിധാനം ഇവിടെ ഇല്ല. LDF എന്ന് പറയുന്നൊരു സംവിധാനം ഇവിടെ ഇല്ല. LDF ഭരിക്കുന്നെങ്കിലും അവർ തമ്മിൽ അടിയാണ് ഇവിടെ. ഒരു കാര്യവും നടക്കുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം 5 മാസമായിട്ട് ഈ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ പഞ്ചായത്തിലെ മുഴുവൻ വാർഡിലും സ്തംഭിച്ചിരിക്കുക. അതിൻ്റെ പ്രധാന കാരണം അനധികൃതമായി പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനമില്ലാതെ ബന്ധപ്പെട്ട കൺസോർഷ്യത്തിൻ്റെ ഉദ്യോഗസ്ഥരുടെ അനുമതിയില്ലാതെ 3 പേരെ അധികം നിയമിച്ചു. ഇതിനെ പഞ്ചായത്ത് കമ്മിറ്റിയിലെ പ്രതിപക്ഷ ഭേദമന്യേ എല്ലാവരും ചോദ്യം ചെയ്തു.